എല്ലാവർക്കും നമസ്കാരം. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ജെയിംസ് ക്ലിയറിൻ്റെ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. വായിക്കാൻ പറ്റുന്നവർ ഒന്ന് ഈ ബുക്ക് വായിക്കണം. കാര്യം നമ്മുടെ ശീലങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ആ ശീലങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ബുക്കാണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ ആണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ് എഴുതിയത്. അപ്പോൾ ഇതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്കാണ് ഞാൻ ഇന്നത്തെ ദിവസം ഒന്ന് റിവ്യൂ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. മികച്ച ശീലങ്ങൾ നിർമ്മിക്കാനുള്ള 4 ലളിത മാർഗങ്ങൾ എന്നാണ് ഈ അധ്യായത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്നത്. അപ്പോൾ ഒരു നല്ല ശീലം നമുക്ക് തുടരണമെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങണമെങ്കിൽ സൂചന, ആഗ്രഹം, പ്രതികരണം, പ്രതിഫലം എന്നീ 4 ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഈ അധ്യായത്തിന്റെ ഒരു കൺക്ലൂഷനായിട്ട് ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു കാര്യമുണ്ട്. പലതവണ ആവർത്തിച്ച് യാന്ത്രികമായി മാറുന്ന സ്വഭാവങ്ങളാണ് ശീലങ്ങൾ എന്ന് ജെയിംസ് ക്ലിയർ പറയുന്നു. ഈ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ രാവിലത്തെ നടത്തം, പിന്നെ നമ്മൾ ക്രിക്കറ്റ് മാച്ച് എല്ലാ ദിവസവും കളിക്കാൻ ടർഫിൽ പോകുന്ന ശീലം, അപ്പൊ ജിമ്മിൽ പോകുന്ന ശീലം. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പല ശീലങ്ങൾ ആവർത്തിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് യാന്ത്രികമായിട്ട് മാറുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറ്റവും ചുരുങ്ങിയ ഊർജം കൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ശീലങ്ങളുടെ ലക്ഷ്യം. നമ്മൾ ചില ശീലങ്ങൾ ഉണ്ടാകുന്നത് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ചില ശീലങ്ങൾ ഉണ്ടാകുന്നത്. ആ ശീലങ്ങൾ തുടരുകയും ചെയ്യുന്നതെന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. ഒരു ഉദാഹരണം ഇതിനകത്ത് പറയുന്നത്, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ രാവിലത്തെ നടത്തത്തെ പറ്റിയും എക്സസൈസിനെ പറ്റിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അപ്പൊ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറ്റവും ചുരുങ്ങിയ ഊർജം കൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് ചില ശീലങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ഇനി ഏത് ശീലം എടുത്തു നോക്കിയാലും അത് ശീലമായി മാറിയത് 4 പ്രോസസ്സ് വഴിയാണ് എന്ന് ജെയിംസ് ക്ലിയർ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പലപ്പോഴും ഞാനും അത് പല ശീലങ്ങളിലേക്ക് പോയപ്പോഴും ഈ 4 പ്രോസസ്സ് അതിനകത്തുണ്ട്. ഒന്ന്, സൂചന. ആ ശീലം തുടങ്ങണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ സൂചന. ആ സൂചന കഴിയുമ്പോൾ തന്നെ അടുത്ത നമുക്ക് വരുന്നത് ആഗ്രഹമാണ്. പിന്നെ അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ പ്രതികരണമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനൊരു പ്രതിഫലം അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന സമയം നമ്മൾ ഹാപ്പി ആവും. നമ്മുടെ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉന്മേഷം, നമുക്ക് ആ ശീലം തുടരാനായിട്ടുള്ള ഒരു ആഗ്രഹം, വീണ്ടും വീണ്ടും അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ശീലമായിട്ട് മാറും. അപ്പൊ സൂചന, ആഗ്രഹം, പ്രതികരണം, പ്രതിഫലം, ഈ 4 പ്രോസസ്സിലൂടെയാണ് ഒരു ശീലമായി പരിണമിക്കുന്നത്. ഇനി സ്വഭാവ പരിണാമത്തിന്റെ 4 നിയമങ്ങൾ ഉപയോഗിച്ച് മികച്ച ശീലങ്ങൾ നിർമ്മിക്കാനാകും. ഏതൊക്കെയാണ് അത്? സ്വാഭാവികമാക്കുക. ഒരു ശീലം ഇപ്പൊ നമുക്കൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ സ്വാഭാവികമാക്കിയാൽ മതി. അസ്വാഭാവികമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റിയാൽ മതി. ഇപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 1 മിനിറ്റ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് 2 മിനിറ്റ് ആക്കുക. അങ്ങനെ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാക്കി ശീലത്തെ മാറ്റി. പിന്നെ ആകർഷകമാക്കുക, എളുപ്പമാക്കുക, തൃപ്തികരമാക്കുക. അപ്പൊ ഈ 4 പ്രോസസ്സ് ഏതൊക്കെയാ? സ്വാഭാവികമാക്കുക, ആ ശീലത്തെ അട്രാക്റ്റീവ് ആക്കുക, എളുപ്പമാക്കുക, തൃപ്തികരമാക്കുക. അപ്പൊ എളുപ്പമാക്കുക എന്നത് നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്ക് എളുപ്പമായിട്ട് ആ ശീലം തുടങ്ങാനായിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാള് 10 പേജ് എഴുതി തുടങ്ങുന്നതിനേക്കാളും 1 പേജ് അല്ലെങ്കിൽ 1 വരി എഴുതി തുടങ്ങുന്നതായിരിക്കും എളുപ്പമാക്കാനായിട്ടുള്ള ഒരു മാർഗം.
അപ്പോൾ ഇങ്ങനെയാണ് ഈ 3-ാമത്തെ അധ്യായം ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സിൽ അവസാനിപ്പിക്കുന്നത്. അടുത്ത ഒരു അധ്യായത്തിന്റെ കൺക്ലൂഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.